എന്റെ ബനാന മിൽക്ക് എനിക്ക് തിരിച്ചു താ. എടാ മോനെ കുക്കി, നിന്റെ അച്ഛനാ പറയുന്നേ. കത്തി അല്ല ബനാന താഴെയിടടാ. ഇല്ല, എനിക്ക് എനിക്ക് നീതി വേണം. നിനക്ക് നീതിയല്ലേ വേണ്ടുള്ളൂ. അത് ഞാൻ 10-15 ബനാന മിൽക്കിന്റെ രൂപത്തിൽ അങ്ങ് മേടിച്ചു തന്നേക്കാം. നീ ഇപ്പൊ ആ പഴം അങ്ങ് എറിഞ്ഞു കളയടേ. ഇല്ല, ഇത് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഹോ, ഒരു വാക്സിൻ എടുക്കാൻ വന്നപ്പോ ഇത്രയും തിരക്കോ? ഞാൻ കൂക്കിനെ കൊണ്ട് വന്നപ്പോ പോലും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. കൂക്കിക്ക് ഇപ്പൊ തന്നെ 5-6 വയസ്സായില്ലേ. കാലം മാറിയിരിക്കുന്നു ചിന്നേച്ചി. ഹാ, അതും ശരിയാ. സമയം എത്ര പെട്ടെന്നാ പോകുന്നേ. ബെന്നിച്ചനെ വിളിക്കുന്നേ. കാര്യം എന്തായെന്ന് അറിയാനായിരിക്കും. ഞാനൊന്ന് എടുക്കട്ടെ. ആ, നീ ചെല്ല്. അല്ല, അവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം? ജിന്നിച്ചി, നിങ്ങളിതൊന്നും അറിയുന്നില്ലേ? ആ ബെസ്റ്റ്. നിങ്ങളിങ്ങനെ വീട്ടിൽ പൊത്തിയിരുന്നോ, പുറത്തിറങ്ങണ്ട. അതെന്നാണ് അങ്ങനെ ഒരു ടോക്ക്? നീ പറയുന്ന കേട്ടതൊന്നും ഞാൻ മനഃപൂർവ്വം പുറത്തിറങ്ങാത്തതാന്ന്. എനിക്കിപ്പോ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടല്ലേ. ഓ ആയി ശരി. പത്രം വായിക്കാലോ? അതെനിക്കൊരു മൂടില്ല. ഞഞ്ഞായി. അത് ഫുഡ് ഫെസ്റ്റാ. നമ്മുടെ വയനാടൻ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം അവിടെ കാണും. ചുമ്മാ ഒന്ന് കയറിയാലോ? ഓക്കെ, സെറ്റ്. അവളും കൂടി വരട്ടെ. നീ ഇതെവിടെ പോയതാ കുഞ്ഞി? എത്ര നേരായി? ഞാൻ വിചാരിച്ചു നീ അപ്പന്റെ കൂടെ പുറത്തേക്ക് പോയോന്ന്. ഞാൻ അപ്പഴേ നമ്മുടെ നൈബേഴ്സിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോയതാ. പരിചയപ്പെട്ട് കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരുന്നു പോയി. എന്താ ചെയ്യാ? ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് എങ്ങനെയുണ്ട് എല്ലാരും? അങ്കിള് കൊള്ളാം, സൂപ്പറാ. പക്ഷേ ആന്റിയോട് മിണ്ടാൻ പറ്റിയില്ല. അയ്യോ, അതെന്നാ പറ്റി? ആന്റി അവിടെ ഇല്ലായിരുന്നു. നീ എന്താവശ്യത്തിന് പുറത്ത് പോയിക്കുമായിരുന്നു. ഓ, പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? അവിടുത്തെ ചേട്ടന്മാരൊക്കെ സൂപ്പറാ. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പയ്യന്മാര്. പക്ഷെ അവിടെ വേറൊരുത്തനുണ്ട്. അവനെ എനിക്ക് അത്ര പിടിച്ചില്ല. പണി കൊടുക്കുന്നുണ്ട് ഞാൻ. വന്ന് കേറില്ല. അതിനു മുമ്പ് നീ അവിടെ പ്രശ്നക്കാരി ആയോടി? മുന്നോട്ടാ, നിനക്കും ഇവളുടെ ഒപ്പം അവിടേക്ക് പോകത്തില്ലായിരുന്നോ? ഇത് കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ്. സൂപ്പർ ആയിട്ടുണ്ട്. നീ നോക്കിയേ. ഹലോ ചേച്ചി, ഞാനേ ഒരു ഫുഡ് ബ്ലോഗറാണേ. ചേച്ചിയോ? തനിക്ക് എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടല്ലോടോ. അയ്യോ സോറി ചേച്ചി, അല്ല മേഡം. ഇറ്റ്സ് ഓക്കെ. ചേട്ടന്റെ യൂട്യൂബ് ചാനൽ ഏതാ? എനിക്കറിയായിരുന്നല്ലോ. ചേട്ടാ, മറ്റേ കപ്പലെവിടെ? അത് തന്നെ, വായിലെ കപ്പലെവിടെ? ആ, എനിക്കറിയാം ചേട്ടന്റെ ചാനല്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആണോ? താങ്ക്സ്. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അത് പിന്നെ എന്തായാലും ഇവിടെ ഒരു വലിയ പരിപാടി നടക്കുമല്ലേ, അപ്പൊ ഒരു വ്ലോഗ് എടുക്കാന്ന് കരുതി. ഓ അങ്ങനെ, സ്വാഭാവികം. അതെ അതെ. എന്നിട്ട് വ്ലോഗ് എടുത്തോ? ഓ യെസ് യെസ് യെസ്. എന്റെ ഭാഗത്തുനിന്നുള്ള റിവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നോർമൽ പീപ്പിളുടെ റിവ്യൂ കൂടി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഓ, നോർമൽ പീപ്പിളുടെ റിവ്യൂ ആണോ ചേട്ടൻ നോക്കുന്നത്? എന്നാ പിന്നെ ചേട്ടൻ വേറെ ആളെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ 3 നോർമൽ അല്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വേഗം ചെന്നാട്ടെ, ഇല്ലെങ്കിൽ നോർമൽ പീപ്പിൾസ് ഒക്കെ വീട്ടിൽ പോവും. അല്ല പിന്നെ നോർമൽ പീപ്പിളെ നമ്മൾ ആരാന്നയാളുടെ വിചാരം? കള്ള വിടുക. എന്റെ പൊന്നു കുഞ്ഞെ, നീ കരച്ചിലൊന്നെടുത്ത്. ഒന്നാമത് മൂക്കൊലിപ്പ, അതിന്റെ ഒപ്പം ഇനി കരഞ്ഞ് പനിയും കൂടി പിടിപ്പിക്കാതെ. എന്താണ് കുക്കി ഇത്? 1 മാസത്തേക്കുള്ള ഫുൾ നീ ഇപ്പൊ ചീറ്റുവോ? ഓടെ പൂച്ചേ, എന്റെ പൊന്നു കുക്കി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരോട് ബനാന മിൽക്ക് കൊടുക്കല്ലേന്ന്. എന്നിട്ട് ഇവര് ഞാൻ പറഞ്ഞു കേട്ടില്ലടാ. ചിമിനെ, വെയിറ്റ്, ഞാൻ ബാക്കി പറയട്ടെ. കോപിച്ചിനൊന്ന് വേണോന്ന് ആലോചിക്കെങ്കിലും ചെയ്തു. പക്ഷെ 11 ആ വിക്കി ഉണ്ടല്ലോ, അവൻ തട്ടിപ്പറിച്ചു കൊടുത്തടാ. സാഹചര്യങ്ങളൊക്കെ എനിക്കെതിരാണല്ലോ. ആ രംഗം നീ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ബനാന മിൽക്ക് ഗ്ലാസ്സിൽ ഊറ്റി കൊടുക്കുന്നു, ഗ്ലാസ് വാങ്ങിച്ച് വെക്കുന്നു. അയ്യോ, ഒരുത്തന്റെ ഒലിപ്പീര്. തേനും പാലും ഒലിക്കുമായിരുന്നു. ഇവൻ ആ കൊച്ചിന്റെ രക്തം വലിച്ചൂറ്റി കുടിച്ചില്ലെന്നേ ഉള്ളൂ. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ കുട്ട. അത് പിന്നെ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞിരിക്കുമെന്നല്ലേ പറയാറ്. അത്രേ ഉള്ളൂ ഇത്. അത് പോയിന്റ്. എന്റെ പൊന്നു കൂക്കി, നിനക്കറിയാലോ, നീ കരഞ്ഞു എന്നറിഞ്ഞ നിന്റെ തള്ള എന്നെ ഉടലോടെ കത്തിക്കും. അതുപോലെ നീ കരഞ്ഞത് വല്ലം ബനാന മിൽക്കിന് വേണ്ടിയിട്ടാന്ന് അറിഞ്ഞ നിന്നെ വല്ല റോക്കറ്റിലും കയറ്റി പറത്തു വിടും. അത് വേണോ? എന്നാ പിന്നെ കരയാണ്ട് അടങ്ങിയിരി. കൊച്ചുറങ്ങോടി. ചെറുതായിട്ടൊന്ന് മയങ്ങി.
നിങ്ങൾ ഈ കപ്പ ബിരിയാണി കഴിച്ചു നോക്കിയായിരുന്നോ? ഞാൻ ടേസ്റ്റ് നോക്കാൻ അടുത്തേ ഉള്ളൂ. എനിക്ക് തോന്നി ഇത് സെറ്റായിട്ടില്ല, ഒരു ടേസ്റ്റ് ഇല്ല. ശരിയാ, ഓവർ മസാല. ആ അതാണ് ഈ കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, അത് അമ്മച്ച ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയാ. ഓഹ് എന്നാ ടേസ്റ്റാന്നറിയോ. ഞായറാഴ്ച വൈകുന്നേരം വീട് ഫുൾ മല്ലി പൊടിച്ചതിൻ്റെ മണമായിരിക്കും. അന്നത്തെ ദിവസം ഈ മണം ഓടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. എന്നിട്ടൊരു 7-7:30 ആകുമ്പോൾ നല്ല ആവി പറന്ന എല്ലും കപ്പയും നാരങ്ങ അച്ചാറും പിന്നെ ഒരു കട്ടനും. എൻ്റെ അമ്മോ സ്വർഗം. ഓ അതൊക്കെ ഒരു കാലം. അതെ, ഒരു കോമഡി കാണണോ? ആ സൈഡിലേക്ക് ഒന്ന് നോക്കിയേ. എടാ മോനെ, ഇച്ചിരി ബിരിയാണി ഇങ്ങോട്ടിട്ടെ. ഇതിനെ ഞാൻ എവിടെയോ ഇച്ചിരിയും കൂടെ, ഇച്ചിരിയും കൂടെ. എവിടെയോ അല്ല, കണ്ടിട്ടുണ്ട്. അവൻ്റെ കൈ പറിക്കുന്നുണ്ടോ? ഞാൻ ഇച്ചിരി ബിരിയാണി അല്ലേ ചോദിച്ചോളൂ, അല്ലാതെ ഞാൻ അവൻ്റെ വീടും പറമ്പൊന്നും എഴുതി തരാൻ പറഞ്ഞില്ലല്ലോ. ഈ തള്ളി ഇത് എവിടെ നിന്ന് വന്നു? ഇത് വെന്തിട്ടില്ലേ? ഇതാരാ ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത്? ഈ പുള്ളിക്കാരിക്ക് വീട്ടിൽ പോകാനായില്ലേ? കുറച്ച് നേരമായില്ലോ തുടങ്ങിയിട്ട്. ഇത് എത്രാമത്തെ ട്രിപ്പാന്നറിയോ? ആദ്യം ജെ, പിന്നെ ഞാൻ, ഇപ്പം നീ. ഈ പുള്ളിക്കാരി മിക്കവാറും നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കും. പോരാ, ബിരിയാണി ഒട്ടും കൊള്ളത്തില്ല. ഇതൊക്കെ എങ്ങനെയാണോ ഇവിടെ ഉള്ളവർ കഴിക്കുന്നത്? കാണാത്ത പോലെ ഇറങ്ങി ഓടിയാലോ? ഏയ് ഓടണ്ട, ഓടിയ സംശയം തോന്നും. നടന്നു പോവാ. ജിന്നേച്ചിത് എങ്ങോട്ടാ? അവിടെ നിൽക്ക്. ഓ ഇവനെ കൊണ്ട് ഇത് വലിയ അടങ്ങാറായല്ലോ. നശിപ്പിച്ച്. അയ്യോ ആരോ എന്നെ വിളിച്ചോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട്. ദേ ഇവിടെ. അയ്യോ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഞാനാ അമ്മായി, ഇങ്ങോട്ട് നോക്ക്. അയ്യടാ ഇതാരിത്? അമ്മായിയോ? ചിന്നേ, നീ എന്നെ കണ്ടിട്ട് ഓടാനുള്ള പ്ലാനിലെങ്ങാനും ആയിരുന്നോ? അല്ല, എനിക്ക് തോന്നിയതാകും അല്ലേ? ഏയ് ഞാനോ? ഞാനങ്ങനെ ചെയ്യോ? അമ്മായിനോട് തന്നെ വേണോ ചിന്നിയെ? നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആയില്ലേ? ഈ നീല വേണോ അതോ പച്ച വേണോ അതോ മഞ്ഞ ആയാലോ? അയ്യേ, ഈ മഞ്ഞ വേണ്ട, ഒരുമാതിരി തീറ്റ കളർ പോലെ ഇരിക്കുന്നു. ആ ചുവപ്പ് വേണം കേട്ടോ, നല്ല രസമുണ്ടാകും കാണാൻ. ഓഹോ അങ്ങനെയാണോ? എന്നെ എനിക്ക് മഞ്ഞ മതി. അത്രയൊക്കെ ചന്ത എനിക്ക് മതി, ഇല്ലെങ്കിൽ അഹങ്കാരാവും. ആ ചന്തോ ചന്തിയോ എന്തോ ആവട്ടെ. അല്ല, നീ ഇതൊക്കെ എടുത്ത് എങ്ങോട്ടായി പോകുന്നേ? സി മിസ്റ്റർ സുബിൻ, ഐ മിസ് മൈ ബ്രദർ ആൻഡ് ഫാമിലി. എനിക്ക് ഇടയ്ക്കൊക്കെ അവരൊന്ന് കാണണം. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, ഞാനൊന്ന് പോയിട്ട് വരാം. ബൈ ദ ടൈം നിങ്ങൾ അപ്പനും മക്കളും ചിൽ ചെയ്. ഒറ്റയ്ക്കോ? അയ്യോ ജോലി, എന്നെ ഒറ്റയ്ക്കിട്ടുണ്ട് പോലെ എനിക്ക് അവന്മാരെ പേടി. എന്താണ് സുബി ഇങ്ങനെ സില്ലിയാവല്ലേ? ജോലി നീ ഒന്നും പറയണ്ട, ഞാനും വരുവാ. ഞാനും ഇവിടെ നിൽക്കൂല, ഇവിടുത്തെ പിള്ളേർ ഫുൾ ഇച്ചിച്ചിയാ. സുബി, വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളൊന്നും ശരിയാവില്ല. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തീരുമാനമൊക്കെ എടുക്കാനുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരി. എന്തായിരിക്കും ജൂലി എടുക്കാൻ പോകുന്ന കുറച്ച് തീരുമാനങ്ങൾ? പുതിയ തീരുമാനങ്ങൾ പുതിയ യുദ്ധകാഹളങ്ങൾക്ക് വഴിയൊരുക്കുമോ? അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറിയത് എന്തിന് തുടക്കമായിരിക്കും? ഇതെന്തിനുള്ള തുടക്കമാണെന്നറിയാൻ തുടർന്നു കാണുക. തുടരും.